ബീട്രൂട്ട് ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം. എന്നാൽ മാത്രമേ ഇതേ കൺസിസ്റ്റൻസിയിൽ കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും ഇല്ലാത്ത അടിപൊളി സാധാരണ ലിപ് ബാം പോലത്തെ തന്നെ നാച്ചുറൽ ലിപ് ബാം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടാണ്. അത് കുറച്ച് വാടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഫ്രഷ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് എന്ന് മാത്രം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് വാടിയതാണ്. അപ്പം ഞാനിതിൻ്റെ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ടച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ നിന്ന് കളറ് വരുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കളറില്ല അത്രയ്ക്കും ചീത്തയാണെങ്കിൽ മാത്രം എടുക്കരുത്. കളറൊക്കെ വരുന്നുണ്ട്, അതിന് നീരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ വാടിയതൊക്കെ ആണെങ്കിൽ അധികം നീരുണ്ടാവില്ലല്ലോ, അതുകൊണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഒത്തിരി അരയ്ക്കരുത്, കാരണം തരികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലിപ് ബാമിലൊക്കെ നിറച്ചും തരികളായിരിക്കും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒത്തിരി പ്രസ് ചെയ്ത് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തരികളെല്ലാം ഈ നീരിലേക്ക് വീഴും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിത് ലിപ് ബാം ആക്കി എടുക്കുമ്പോൾ അതിലിങ്ങനെ തരികൾ കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള ലിക്വിഡായിട്ട് കിട്ടും. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടി ഞാനതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുത്താൽ മതി, പിരിഞ്ഞെടുത്താൽ മതി. ഒത്തിരി പ്രസ് ചെയ്ത് തരികൾ വീഴ്ത്തരുത്. അപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ നീരാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ ഒഴിച്ചു കൊടുത്തപ്പോൾ ഞാൻ അരിച്ചായിരുന്നു കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കണം. ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെയൊക്കെ വെള്ളം പറ്റിയ പാത്രമാണെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് വെള്ളത്തിൻ്റെ അംശം യാതൊന്നും പാടില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഈ ലിക്വിഡ് നല്ല പോലെ തിളപ്പിച്ച് അതിൻ്റെ എസൻസ് മാത്രം മതി നമുക്ക് ഒരു കുറുകിയ രീതിയിലേക്ക് വരും. അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട്. 5 മിനിറ്റ്സ് ഒക്കെ എടുക്കും കേട്ടോ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവസാനം ആ ഒരു ഫുൾ ബീട്രൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇതുപോലെ അതിൻ്റെ എസൻസാണ്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത്ര ക്രീമി ആയിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം, ചൂട് പോകുന്നതിന് മുന്നേ തന്നെ. കാരണം ചൂടുള്ള കൊണ്ടിട്ട് നല്ലപോലെ നെയ്യ് ഇതിൽ മിക്സ് ആയിക്കോളും. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത് മാത്രമല്ല, ഈ ഒരു പാത്രത്തിൽ നിന്നും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഇളകി വരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പാനാണെങ്കിൽ കുറച്ച് നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് മാത്രം നിങ്ങൾ ഇളക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല, അതിൻ്റെ കളർ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ നെയ്യും നല്ലതാണ് ചുണ്ടിന്, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. അത് ചുണ്ടിൻ്റെ കളറൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറൊക്കെ ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മോയ്സ്ചറൈസ്ഡ് ആക്കി വയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചുണ്ടിന് നല്ലതാണ് തേനും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തേൻ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നത് പെട്രോളിയം ജെല്ലിയാണ്. വാസ്ലിൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. കാരണം നല്ല പോലെ ഇത് മിക്സായിട്ട് ഇരിക്കണം. അപ്പം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇത് ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇതല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മളിത് ഫ്രിഡ്ജിങ് ചെയ്യുന്നില്ല, പുറത്ത് വെച്ച് തന്നെ ഇതുപോലെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി പോരാ, നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വരണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ചുകൂടി വാസലിൻ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മിക്സ് ഫുള്ളായിട്ട് നല്ലപോലെ യോജിച്ച് വരും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. അതൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഉപയോഗിക്കുന്നുണ്ട്. എഡിബിൾ ആണല്ലോ, കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ലപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ, കണ്ടോ? പക്ഷേ ഇതും അല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം ഇങ്ങനെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, ഇടുമ്പോൾ കണ്ട ലൂസായിട്ട് ഇതുപോലെ ഇരിക്കും. അപ്പോൾ എങ്ങാനും ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചെരിഞ്ഞാൽ തന്നെ ഫുള്ള് ബാഗിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വീണ്ടും നമ്മൾ വാസലിൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ സ്പൂൺ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കിയാലും വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ വീഴാൻ പാടുള്ളൂ. വീഴരുത്, കണ്ടോ? ഇത് നല്ലപോലെ ബലത്തിലാക്കുമ്പോൾ മാത്രമേ താഴോട്ട് വീഴുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചുണ്ടിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല ലിപ്സ്റ്റിക്ക് പോലെ തന്നെ വരും, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പോലെ തന്നെ. പക്ഷേ കൺസിസ്റ്റൻസി നോക്കിയാൽ അറിയാം, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് ഇളക്കി കൊടുക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് കൂടി നല്ല പോലെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തില്ലെങ്കിൽ നല്ലപോലെ ബ്ലെൻഡ് ആയിക്കോളും ചുണ്ടിലിരുന്നിട്ട്. എന്നാലും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് കൂടി ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് ബാം നിങ്ങൾക്ക് ഫ്രിഡ്ജില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ ഇത് ശരിക്കുള്ള ലിപ് ബാം പോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് DIY ആയിട്ട് നാച്ചുറൽ പ്രോഡക്റ്റ്സ് വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു ടൈഗർ ബാമിൻ്റെ ചെറിയൊരു ടിന്ന് നല്ല പോലെ കഴുകി എടുത്തേക്കുന്നതാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് വെച്ചെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ഈ ടൈഗർ ബാമിൻ്റെ ടോപ്പിൽ, അതായത് അതിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, ക്യാപ്പിൽ ടൈഗർ ബാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പ്രോബ്ലം ഇല്ല, ഞാൻ അതെന്തെങ്കിലും ഡെക്കറേറ്റ് ഒക്കെ ചെയ്താണ് എടുക്കാറ് കേട്ടോ, ടിന്നൊന്നും വാങ്ങാറില്ല. അപ്പോൾ നിങ്ങൾ ടിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ചെറിയ മിനി ബോക്സസ് അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ, അതിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞാലും യാതൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ല കളറ് തരുന്നുണ്ട്, നല്ല ടിൻ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ, നല്ല അടിപൊളി കളറാണ് ഇത് തരുന്നത്, നാച്ചുറലും ആണ്. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ഇത് യൂസ് ചെയ്ത് കിടക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ചുണ്ടിലേക്ക് കളറ് വന്നിട്ട് നല്ല പോലെ ചുണ്ട് ബ്രൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ ചുണ്ടിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ബീട്രൂട്ടും ഹണിയും ഗീയും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളിത് യൂസ് ചെയ്യുക. ഞാനിത് പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാറുണ്ട്, ബാഗിലിട്ടിട്ട് പോകാറുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും, ചിലർ ഇത് തിളപ്പിക്കാതെ ഉണ്ടാക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അതുപോലെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. കുറേ മാസത്തേക്ക് ഇരുന്നോളും, ഒത്തിരി മാസത്തേക്ക് കേടുകൂടാതെ ഇരുന്നോളും. നന്നായിട്ട് നമ്മൾ വറ്റിച്ചല്ല എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്ത വീഡിയോ കാണുകയും വേണം. ഓക്കെ, അതുകൊണ്ടിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഇപ്പം തന്നെ ഒന്ന് അമർത്തിയേക്കും. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.